പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മളോട് നൽകുന്ന സന്ദേശം കൂടിയാണ് ദി വാല്യൂസ് വിച്ച് ഐ വാണ്ടഡ് ടു ഷെയർ. നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിക്കുന്നൊരു കാലം, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, അത്ര എളുപ്പത്തിൽ നമുക്ക് കാണാവുന്ന അല്ലെങ്കിൽ വിലയിരുത്താവുന്ന പുതിയ കാലത്തെ വളരെ വളരെ ഒരു നാരോഡായിട്ട് നമുക്ക് വീക്ഷിക്കാൻ പറ്റാവുന്ന ഒരു കാലത്തല്ല നമ്മുടെ പുതിയ വിദ്യാഭ്യാസ ക്രമം നമ്മളെയൊക്കെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമല്ല, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, അവരെ വളർത്തുന്ന മാതാപിതാക്കൾക്ക്, അവർക്ക് അത്തരം അവസരമൊരുക്കുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ഇത്തരത്തിലൊരു വലിയ ഹ്യൂജ് ചലഞ്ചാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല നമ്മുടെ മുന്നിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാലത്ത് എന്താണ് എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ അജണ്ടയാകേണ്ടത്? നമ്മൾ ഏത് വിധാനത്തിലുള്ള ഏത് പെർസ്പെക്റ്റീവിലുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ആണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് എന്നത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്നിവിടെ നേരത്തെ ഇവിടെ ഷെരീഫ് സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ ക്രമം മാറുന്നു. പുതിയ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ പരുവപ്പെടുത്തിയെടുക്കാൻ പുതിയ കാലത്തെ വിദ്യാഭ്യാസ ക്രമത്തിന് കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ അത് കാലത്തിനേക്കാൾ വളരെ വളരെ പിറകിൽ സഞ്ചരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു വളരെ ചലഞ്ചിങ് ആയൊരു ലോകത്ത് നമുക്ക് എന്താണ് ഒരു സ്പേസ്? ആസ് എ ലേണർ, ആസ് എ സ്കോളർ, ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എൻ ആസ്പിരൻറ്റ്, എന്താണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ലോകത്ത് നിർവഹിക്കാനുള്ളത്? അവിടെയാണ് നമ്മൾ റിയലിസ്റ്റിക് ആവുക എന്ന് പറയുന്നത് പ്രസക്തമാകുന്നത്. കംപ്ലീറ്റ്ലി എ ലേണർ ഷുഡ് ബി ഹൈലി റിയലിസ്റ്റിക്. നമ്മളുടെ ഈ പുതിയ കാലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മിറാക്കിളൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഇനി നമുക്ക് പ്രതീക്ഷിക്കാനില്ല, പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്തൊന്നും. അങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നുവെങ്കിൽ സംഭവിക്കേണ്ടിയിരുന്നത് വളരെ ലോങ് അവൈറ്റഡായി നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ നാട്ടിൽ അത് പരിചയപ്പെടുത്തിയ സമയത്താകണമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വലിയ പ്രതീക്ഷയോടെ നമ്മൾ സ്വീകരിച്ചു. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ ക്രമം ആകെ മാറാൻ പോവുകയാണെന്ന് ലോകം മുഴുവൻ പ്രതീക്ഷയോടെ വിലയിരുത്തി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അഭൂതപൂർവമായ പുരോഗതി ഉണ്ടാകുമെന്ന് നാടും സമൂഹവും മനുഷ്യരും വിദ്യാഭ്യാസ രംഗത്തുള്ളവരും അതിനെ വീക്ഷിക്കുന്നവരും സാധാരണ വിദ്യാർത്ഥികളും എല്ലാവരും അതിനെ വലിയ പ്രതീക്ഷയോടെ കണ്ടു. പക്ഷേ നമ്മൾ അതിനെ 1-2 വർഷക്കാലം അതിനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സഞ്ചരിച്ചപ്പോൾ, ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ദി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദി പ്രീമിയം ടോപ്പ് നോച്ച് സ്കൂൾസ് ആൻഡ് കോളേജസ്, അങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ പോലും ദേ സ്റ്റാർട്ടഡ് ഓൾമോസ്റ്റ് ഡീവിയേറ്റിംഗ് ഫ്രം ദ പോയിന്റ്സ് ഓഫ് NEP. അവർ ഈ പറയപ്പെടുന്ന സാധ്യതകൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു പലയിടത്തും. ഇത് സാധ്യമല്ല എന്ന അർത്ഥത്തിൽ വിലയിരുത്തി കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം വലിയ മാറ്റങ്ങൾ തീരെ പ്രിപ്പയർഡ്നെസ് ഇല്ലാതെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്ന് വിലയിരുത്തി തുടങ്ങി. പല സ്റ്റേറ്റുകളും അതിൽ നിന്ന് പിന്മാറി. പല സ്ഥാപനങ്ങളും അതിൻ്റെ ഏതാണ്ട് നെയിംസേക്കായ അതിൻ്റെ ചില ഓർണമെൻറ്റ്സുകൾ മാത്രം ഉപയോഗിച്ച് മറ്റതിൻ്റെ ആഴത്തിലുള്ള എല്ലാ നിരീക്ഷണങ്ങളിൽ നിന്നും പ്രാക്ടിക്കലി മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും വീണ്ടും ഒരു തിരിച്ചു നടക്കുകയാണ്. എങ്ങനെ? നമ്മളൊരു ഉദാഹരണത്തിന് ആലോചിച്ചാൽ, കോവിഡ് കാലത്ത് നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് പോയതുപോലെ നമ്മുടെ നാട് ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിരുന്നു, നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യണം, ലേണേഴ്സ് ആർ ബിക്കം സോ സെൽഫ് ബേസ്ഡ് ലേണേഴ്സ്. അങ്ങനെ വന്നൊരു കാലത്ത് നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ വിൽ മേക്ക് മിറാക്കിൾസ് ആൻഡ് വി ഓൾ വെയർ വെയിറ്റിംഗ് ഫോർ സച്ച് കൈൻഡ് ഓഫ് എ ഡ്രാസ്റ്റിക് റെവല്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. അങ്ങനെ നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യമൊക്കെ സ്കൂളിൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂം, ആ സ്ഥാപനത്തിൽ ഒരു അധ്യാപകന് മാത്രം അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. മറ്റെല്ലാവരും ചെന്ന് ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയിരുന്ന ആവേശത്തിൽ ക്ലാസ്സിലിരിക്കുന്ന അധ്യാപകരൊക്കെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയൊക്കെ കൂട്ടി ഒരു പ്രത്യേക പീരീഡിൽ ഐ.ടി. ലാബ് ഫെസിലിറ്റിയോടുകൂടിയ ക്ലാസ് റൂമിൽ കൊണ്ടുപോയി ആ പ്രൊജക്ടറിലൂടെ നമ്മൾ വിഷ്വൽസ് കാണിച്ച് നമ്മൾ അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു വിദ്യാഭ്യാസ കാലം ഏറെ വിദൂരത്തൊന്നുമല്ല, 4-5 വർഷം മുമ്പ് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് നമ്മൾ കോവിഡ് അഭിമുഖീകരിച്ചത്. കോവിഡ് വന്നപ്പോൾ ഇതൊരു അൺപ്രസിഡന്റഡ് ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഗ്രോത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കണ്ടു. എല്ലാവരും ഓൺലൈനിലേക്ക് മാറി. ഗൂഗിൾ ക്ലാസ് റൂമും അതുപോലെ ഗൂഗിൾ പ്ലാറ്റ്ഫോമിലൂടെയും അതുപോലെ സൂമിലൂടെയും മറ്റ് അനുബന്ധ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ നമ്മൾ ലേണിംഗ് വളരെ മോഡേണൈസ്ഡ് ആയ ഡിജിറ്റലൈസ്ഡ് ആയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. എല്ലാ സ്കൂളുകളിലും അതിലേക്ക് മാറി. വിദ്യാഭ്യാസ ക്രമം മാറി. കുട്ടികൾ പോലും വീട്ടിലുള്ളവർ പോലും അത്തരം സാധ്യതകൾ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ വീടുകളിലുള്ള കൂടിച്ചേരലുകൾ പോലും അന്യമായിരുന്ന ഒരു സമയത്ത് ഗൾഫിലുള്ള വാപ്പയും നാട്ടിലുള്ള ഉമ്മയും പല സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമൊക്കെ ഗൂഗിൾ മീറ്റിലൂടെ അല്ലെങ്കിൽ സൂം വീഡിയോ കോളിലൂടെ സംവദിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കുശലം പറയുന്നിടത്തേക്ക് പോലും നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യയെ നമ്മൾ വളരെ ആവേശപൂർവ്വം വിനിയോഗിച്ചു. കുട്ടികൾ ചെറിയ 1ാം ക്ലാസ് മുതൽ മുതിർന്ന ക്ലാസ്സുകളിലുള്ളവരെ ഓൺലൈനിലേക്ക് മടങ്ങി. ആ കാലത്ത് നമ്മൾ കേരളക്കരയിൽ നിന്ന് വിശേഷിച്ചും നമ്മുടെ രാജ്യത്തിൽ നിന്ന് പൊതുവിലും നമ്മൾ കേട്ടൊരു വലിയ മുറവിളിയുണ്ട്. Those days have gone. Traditional education will never be placing again the same traditional value which they were enjoying before.
അങ്ങനെ പുതിയ കാലത്ത് അവർ മുമ്പ് അനുഭവിച്ചിരുന്ന അംഗീകാരം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. ആ സ്ഥാപനങ്ങളിൽ ഇനി പഴയ പോലെ അധ്യാപകർക്ക് റോളില്ല. റോബോട്ട്സ് ആർ കമ്മിങ് ടു ടീച്ച് യു ആൻഡ് ദ ന്യൂ ഏജ് ലേണിംഗ് ടെക്നോളജി will be replacing the teachers and you will no longer be enjoying the traditional way of learning from schools and colleges. ആ കാലങ്ങൾ മാറാണ്. അതുകൊണ്ട് പുതിയ കാലത്തെ ആധുനികതയിലേക്ക് മനുഷ്യർ മാറി. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജോലി നഷ്ടപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ള സാധ്യതകൾ അന്യമായി ആ സ്കൂളുകൾ പോലുമുള്ള അപ്രസക്തമാകുന്ന രീതിയിലേക്ക് കുട്ടികൾ ആധുനികമായ ഓൺലൈൻ സങ്കേതങ്ങളിലേക്ക് മാറും. കാരണം they started experiencing the talented faculties across the globe. Earlier they were experiencing only one physics teacher and they were having only exposure with a chemistry teacher, with a one social science teacher. Later, after the COVID, they got an opportunity to get explored by the Nobel laureates and the top-notch, exceptional, talented faculties across the globe. അങ്ങനെ വന്നപ്പോൾ ആളുകൾ അത്ഭുതത്തോടെ പറഞ്ഞു, എനിക്ക് എവിടെ നിന്നും പഠിക്കാം, വിവരങ്ങൾ നേടാം, അറിവുകൾ നേടാം, സാധ്യതകൾ വന്നു, ഇനി പഴയതുപോലെ സ്കൂളിലും കോളേജിലൊന്നും പോകേണ്ട ആവശ്യമുണ്ടാവില്ല എന്നുള്ളതാണ്. ഇതൊരു പോസിറ്റീവായ മൂവായിരുന്നു. നാട്ടിൽ വലിയ പ്രതീക്ഷയുള്ള ഒരു വലിയ ഗ്രോത്തിന് സാധ്യത വെക്കുന്ന അല്ലെങ്കിൽ അവസരമൊരുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലുണ്ടായ ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് സിനാരിയോ എന്താണെന്ന്. ഇന്ന് നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ പരീക്ഷിച്ചു നോക്കിയാൽ, ഉപരിപഠന മേഖലയെ ഇപ്പം നിങ്ങൾ ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന ഒരു സംഗതി, നമ്മൾ വി ബിക്കേം ടു മച്ച് ട്രഡീഷണൽ നൗ. നമ്മളിപ്പോൾ കുറച്ചുകൂടി പഴഞ്ചനായി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന ആളുകൾ വിലയിരുത്തി തുടങ്ങി. ഇനി ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ് എടുത്താൽ എഫക്റ്റീവ് ആകില്ല എന്ന് അന്നെടുത്തവർ പറയാൻ തുടങ്ങി. ഇങ്ങനെ വീഡിയോ കോളിലൂടെ ഒന്നും സംസാരിച്ചാൽ നമുക്ക് ആ പഞ്ച് കിട്ടില്ല എന്ന് അധ്യാപകർ തന്നെ പറഞ്ഞു തുടങ്ങി. മടുത്ത് ഇനഫിഷ്യൻ്റായി ഇത് ഉപയോഗിച്ച അധ്യാപകരെ കണ്ടുമടുത്ത കുട്ടികൾ ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞാൽ ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വന്നു. എന്താ കാരണം? നമ്മുടെ നാട്ടിൽ ഇത് പ്രായോഗികമല്ല എന്ന് ആളുകൾ വിലയിരുത്തി തുടങ്ങി. ഈസ് ദാറ്റ് എ പ്രോബ്ലം ഓഫ് എ ടെക്നോളജി? Is that a problem of artificial intelligence as rightly mentioned by the chief guest? It's not a problem of technology. Problem is actually laying with the inefficiency of the people who use or who consume, who explore all these futuristic technologies. പുതിയ കാലത്തെ വിദ്യാഭ്യാസ രീതികൾ ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ പുതിയ കാലത്തെ സംവിധാനങ്ങൾ എഫിഷ്യൻ്റ് അല്ല. നമ്മൾ ആ അർത്ഥത്തിലേക്ക് പ്രിപ്പയർഡ് അല്ല. നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരും സെൽഫ് പേസ്ഡ് ലേണേഴ്സ് അല്ല. മനസ്സിലാക്കി കാലത്തിനനുസരിച്ച് മാറാനുള്ള പാകതയും പക്വതയും ആർജിച്ചവരല്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? കാലിഫിലെ പോലെയുള്ള നന്നായി ട്രെയിൻഡായ, നന്നായി എക്സ്പോഷർ കിട്ടിയ കുട്ടികളും രക്ഷിതാക്കളുമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ലോകത്തിൻ്റെ ഒരു സിനാരിയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി എന്താ സംഭവിക്കുക? അപൂർവങ്ങളിൽ അപൂർവമായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓൺലൈനിലേക്ക് ചുരുങ്ങും. ഇന്ന് വിദേശത്തുള്ള രക്ഷിതാക്കളോട് സംസാരിക്കാനുള്ള PTA മീറ്റിങ്ങുകൾക്ക് ചിലപ്പോഴൊക്കെ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചെന്ന് വരാം. കുട്ടികളോട് അവരുടെ ആശയങ്ങൾ കൺവേ ചെയ്യാൻ എത്ര കണ്ട് സാധ്യതകൾ ഉണ്ടെങ്കിലും ആധുനിക ടെക്നോളജിയെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നിടത്തേക്ക് നമ്മുടെ ട്രഡീഷണൽ വിദ്യാഭ്യാസം തിരിച്ചു നടന്നു. അങ്ങനെ തിരിച്ചു നടന്നപ്പോൾ ഉണ്ടായ അപകടം എന്താ? നമ്മളൊരു 10 വർഷം മുമ്പോട്ട് പോകേണ്ടത് ഈ കോവിഡിൻ്റെ അനുഭവത്തിലൂടെ, എക്സ്പീരിയൻസിലൂടെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും നമ്മൾ ട്രഡീഷണൽ ഔട്ട്ലുക്കിലേക്ക് വല്ലാതെ മാറി. ഇനി അടുത്ത കാലത്തൊന്നും നിങ്ങൾ എഴുതി വെച്ചോ, നമ്മുടെ കേരളക്കര ഉൾപ്പെടെയുള്ള ലോകത്ത് എത്ര വലിയ പുരോഗതി ഉണ്ടായാലും അടുത്ത കാലത്തൊന്നും നമ്മൾ കോവിഡ് ഉണ്ടാക്കിയ ഈ ഇമ്പാക്റ്റ്, സത്യത്തിൽ കോവിഡ് ഉണ്ടാക്കിയത് ഒരു സോഷ്യോ ഹെൽത്ത് ഇഷ്യൂ അല്ല, നമ്മുടെ ഇമോഷണലി നമ്മളിൽ ഉണ്ടാക്കിയ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഈ ഫാസ്റ്റ് പേസ്ഡ് ആയ ഈ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജികൾ നമ്മളെ സ്വാധീനിക്കുന്നിടത്ത് ഒരുപാട് കാലം നേരത്തെയുള്ളതിനേക്കാൾ വൈകി മാത്രമേ ഇത് സാധ്യതയുള്ളൂ എന്ന് തിരിച്ചറിയുന്നിടത്തേക്ക് ഒരു കോമൺ മാൻ ഫിലോസഫി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ മാറുന്ന ഒരു കാലത്ത് ഇനി എങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്? എവിടെയാണ് എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുക? അങ്ങനെ മാറാൻ കഴിയണമെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആവുക എന്നത് മാത്രമാണ് ഒരു പരിഹാരം. That there is no other solution. Because today one set of people will be coming with larger revolutions or transformations in the field of education. Later, after 5 years, somebody else will be coming and eliminating all those revolutions. This will be going to happen unfortunately in our country. എല്ലാ മേഖലയിലും സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു വളരെ വിഖ്യാതനായ ഒരു ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടോപ്പ് നോച്ച് പൊളിറ്റിക്കലി ഡിപ്ലോമാറ്റായ ഒരു മനുഷ്യൻ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. Just wait for another 2 or 3 years. We will eradicate all the latest developments which has happened in the higher education and we'll go back to those golden days. നമ്മൾ ആ പഴയ ഗുണപരമായ ദിവസങ്ങളിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് പുതിയ ഈ പശ്ചാത്തലങ്ങളിലെല്ലാം മാറ്റം വരും. ആ സമൂഹത്തിൽ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രയൽ ആൻഡ് എറർ ഒരു കോമൺ പോളിസിയായി കാണുന്ന ഒരു ലോകത്ത് നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയും. പക്ഷേ നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ ലോകത്ത് നമുക്ക് വലിയൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് we never wait for the system. We never wait for the time.
We never wait for others. They will be finding fixings to your problems and making solutions for your life. Instead, you might be able to find your own solutions. നമ്മൾ സ്വയം നമ്മുടെ തീരുമാനങ്ങളെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. തമാശയൊക്കെ പറയാറുള്ള ഒരു കഥയുണ്ട്, നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൗതുകത്തോടെ പണ്ട് ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിലൊന്നാണ്. ഒരു ചങ്ങാതി ഇങ്ങനെ തൊപ്പി വെക്കാൻ നടന്നു പോകുന്നു. അയാൾ തൊപ്പി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ ക്ഷീണം വന്നിട്ട് ഒരു മരത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങി പോകുന്നു. അങ്ങനെ ഉറങ്ങുന്ന ആ മനുഷ്യന് പെട്ടെന്ന് ആ ഉറങ്ങുന്ന സമയത്ത് കുരങ്ങന്മാർ മുഴുവൻ വന്ന് ആ കൊട്ടയിൽ നിന്ന് തൊപ്പി എടുത്തു പോകുന്നു. ഈ കഥ എല്ലാവർക്കും അറിയാം. അങ്ങനെ എടുത്തു പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഭാഗ്യത്തിന് അരയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു. ഈ ചങ്ങാതി ഉറങ്ങി എണീറ്റ ശേഷം ആ തൊപ്പി എടുത്തെറിഞ്ഞു. വിവരമില്ലാത്ത കുരങ്ങന്മാർ മുഴുവൻ തൊപ്പിയും തിരിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ കുരങ്ങൻ ശശിയായതിൻ്റെ ആ ആഘോഷത്തിൽ ഈ തൊപ്പി മുഴുവൻ തിരിച്ചു കിട്ടിയ ആനന്ദത്തിൽ ഈ ചങ്ങാതി തിരിച്ചു പോകുന്നതാണ് ആ കഥയുടെ പഴയ വെർഷൻ. ഇതിൻ്റെ 21st സെഞ്ചുറിയിൽ ഇതിൻ്റെ പുതിയൊരു വെർഷനുണ്ട്. ഈ പുതിയ കാലത്ത് ഫാസ്റ്റസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്ത് അതേ തലമുറയിൽപ്പെട്ട ഒരു മകൻ്റെ മകൻ ഈ പണിയായിട്ട് ഇറങ്ങണം. പോണ സമയത്ത് അവൻ്റെ വാപ്പ പറഞ്ഞു അത്രേ, മോനെ നീ ഈ പണിയൊക്കെ ചെയ്യണത് കൊള്ളാം. നമ്മുടെ പൂർവികരായ ആളുകൾക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. അവരിങ്ങനെ തൊപ്പി വെക്കാൻ പോയപ്പോൾ അവർ ക്ഷീണം വന്നപ്പോൾ ഉറങ്ങിപ്പോയപ്പോൾ കുരങ്ങന്മാർ വന്ന് എടുത്തുപോയി. സങ്കടമൊന്നുമില്ല, അരയിലൊരു തൊപ്പി ഉണ്ടായിരുന്നതുകൊണ്ട് ഭാഗ്യത്തിന് എറിഞ്ഞു. വിവരമില്ലാത്ത കുരങ്ങന്മാർ മുഴുവൻ തിരിച്ചെറിഞ്ഞു. അതുകൊണ്ട് എവിടെ ക്ഷീണം വന്നാലും ഉറങ്ങിയാലും നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, അരയിൽ എപ്പോഴും ഒരു തൊപ്പിയുണ്ട് എന്ന് ഉറപ്പിക്കണം. അങ്ങനെയെങ്കിൽ ഒരിക്കലും കുരങ്ങന്മാർക്ക് നിന്നെ പൊട്ടിക്കാൻ കഴിയില്ല. ഒരു പുതിയ വിദ്യ കിട്ടിയ ആവേശത്തിൽ, ആ സന്തോഷത്തിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന രീതിയിൽ ഈ ചങ്ങാതി ഇങ്ങനെ ഓടി നടക്കുകയാണ്. പക്ഷേ കുരങ്ങിനെ കാണുന്നിടത്ത് ഇവൻ ഉറക്കം വരുന്നിടത്ത് കുരങ്ങിനെ കാണുന്നില്ല. അവസാനം കുറച്ച് കുരങ്ങിനെ കണ്ടെടുത്ത് ഉറക്കം നടിച്ച് താഴെ കിടന്ന സമയത്ത് പറഞ്ഞ പോലെ ഈ കുരങ്ങന്മാരും എല്ലാം വന്ന് കൊട്ടയിൽ നിന്ന് മുഴുവൻ തൊപ്പിയെടുത്തു പോയപ്പോൾ ഈ ചങ്ങാതി ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കി. ഓൾ ഹാവ് ഗോൺ വിത്ത് ഇറ്റ്. അങ്ങനെ നടന്നപ്പോൾ ഇവൻ ആവേശത്തിൽ ചാണി എണീറ്റു. എന്നിട്ട് പറഞ്ഞു, ഈ നിമിഷത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഞാൻ കാത്തിരിക്കുന്നത്. ഐ എം ഗോയിങ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. എന്നിട്ട് ആ ഉള്ളിലുള്ള അരയിലുള്ള തൊപ്പിയെടുത്ത് തനിക്ക് പറഞ്ഞു കൊടുത്ത വാപ്പൻ്റെ വാക്കൊക്കെ മനസ്സിൽ ഓർമ്മിച്ച് ഈ തൊപ്പി ഒരൊറ്റ എറിഞ്ഞപ്പോൾ കൂട്ടത്തിലെ വലിയൊരു കുരങ്ങ് ആ തൊപ്പി കൂടി ചാടി ഇങ്ങ് പിടിച്ചു. ഒരൊറ്റ തൊപ്പിയും തിരിച്ചറിഞ്ഞില്ല. അവരിങ്ങനെ നോക്കി ഇവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യുമെന്നറിയാതെ ഈ ചങ്ങാതി ഇങ്ങനെ പകച്ചു നിന്നും. ആകെ അറിയാവുന്നൊരു വിദ്യ എറിഞ്ഞാൽ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. പക്ഷെ തിരിച്ചു കിട്ടാതെ അവർ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഈ ചങ്ങാതി ഒരു ഡയലോഗ് കേൾക്കാൻ, ഒരു വലിയ കുരങ്ങ് അതിൻ്റെ കുട്ടിക്കുരങ്ങിനോട് പറയുന്ന ഒരു ഡയലോഗാണ്. ഇവൻ്റെയൊക്കെ വിചാരം നമുക്കൊന്നും വാപ്പാരില്ല എന്നതാണ്. ഇവന് പറ്റിയ ഒരു അബദ്ധം എനിക്ക് പറ്റരുതെന്ന് പറഞ്ഞു തരാൻ പറ്റിയ വാപ്പാരും ഞങ്ങൾക്കുണ്ട്. മക്കളെ, ഇനി എറിഞ്ഞു കൊടുക്കരുതെന്ന് പറ്റാവുന്ന ഒരു ജനറേഷൻ ലേണിംഗ് വിച്ച് വിൽ ബി ഓട്ടോമാറ്റിക്കലി ഹാപ്പനിങ്. ഇതെല്ലാ നാട്ടിലും നടക്കും, ഇതെല്ലാ കാലത്തും നടക്കും, ഇതെല്ലാ സമൂഹത്തിലും നടക്കും. ഇത് നടക്കുമ്പോൾ നിങ്ങളും ഞാനും ആ അർത്ഥത്തിൽ ഫാസ്റ്റസ്റ്റായി മാറിയില്ലെങ്കിൽ നമ്മൾ മാത്രം പിറകിലാകും. ലോകം മുഴുവൻ മുന്നോട്ട് പോകും. നമ്മൾ ഇന്ത്യയിൽ സിസ്റ്റം അറിയില്ല, കേരളത്തിൽ സംവിധാനങ്ങളും അറിയില്ല, വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കിയില്ല. ഇതുകൊണ്ടൊന്നും ലോകത്തിന്റെ വേഗതയോ വളർച്ചയോ നിൽക്കില്ല. ഈ ലോകത്തിന്റെ സാധ്യതകൾ അതീവ ദ്രുതഗതിയിൽ മാറും. പക്ഷെ നമ്മൾ പിറകിലാകും, നമ്മൾ വളരെ പിറകിലാകും. ആ പിറകിലാകുന്ന ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ഉണ്ടാകേണ്ടത് ഓരോ സമയവും നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, ഓരോ കാലവും നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, ഓരോ സാഹചര്യവും നമുക്ക് തരുന്ന പാഠങ്ങൾ, അത് ജീവിതത്തിൽ പകർത്തി കാലത്തിനേക്കാൾ വേഗത്തിൽ ഓടി നേടിയെടുക്കാൻ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്കും എനിക്കും വളരാൻ കഴിയുമോ എന്നതാണ് പ്രധാനം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എഞ്ചിനീയറിംഗ് കോളേജിലെ വിസിറ്റിംഗ് പ്രൊഫസറാകാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ട്രഡീഷണൽ വിദ്യാഭ്യാസ കൺസെപ്റ്റ് പ്രകാരം സാധ്യമേ അല്ല. അവൻ +2 കഴിയണം, അവൻ ഡിഗ്രി കഴിയണം, PG കഴിയണം, നെറ്റ് എടുക്കണം, PhD എടുക്കണം, എന്നിട്ട് വേണം അവനൊരു അക്കാഡമിക് പ്രൊഫസറാകാൻ. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയ IIT-കളിൽ ഉൾപ്പെടെ 9ാം ക്ലാസ്സിലും +1-ലും പഠിക്കുന്ന കുട്ടികൾ they are becoming as in the visiting professors of practice, and they are going and teaching the top-notch talented exceptional scholars. How does it happen? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഞാൻ കണ്ടിട്ടുണ്ട്. ബോസ്റ്റണിലെ അറിയപ്പെട്ടൊരു സ്ഥാപനത്തിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി വിദ്യാർത്ഥി, ആ കുട്ടിയെ കണ്ടു, പേരാമ്പ്രക്കാരനാണ്. ആ കുട്ടി +1, ആ കുട്ടി എൻ്റെ പാരന്റ് ഇവനെ പരിചയപ്പെടുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇവൻ +1-ന് പഠിക്കാൻ. I was quite amazed seeing the confidence of this gentleman. അങ്ങനെ ഭയങ്കര എനർജിയോടെ സംസാരിക്കുന്ന ഒരു കുട്ടി, അമേരിക്കൻ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഗുണവും ചെറിയ പ്രായം മുതൽ അനുഭവിച്ച ഒരു വിദ്യാർത്ഥി. ഞാൻ അവനോട് അവരുടെ ഒരു സ്നേഹത്തോടെ ഇവൻ്റെ
ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുകയാണ്. മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന MIT ക്യാമ്പസ് കാണാനാണ് ഈ ഫാമിലിയുടെ കൂടെ ആ യാത്രയിൽ സമയം ചെലവഴിച്ചത്. അങ്ങനെ സമയം ഇവർ ഈ വാപ്പ ഈ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. ഈ എന്ത് ചെയ്യുന്നുവെന്ന് ഞാൻ ആദ്യം ചോദിച്ചിരുന്നു. ദെൻ പറഞ്ഞു ഹയർ സെക്കൻഡറി പഠിക്കുകയാണ്, +1 ഫസ്റ്റ് ഇയർ, അതുകൊണ്ട് അവൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഹയർ സ്ട്രീമിലാണുള്ളത്. അതൊക്കെ മനസ്സിലാക്കുകയും പരിചയപ്പെടുകയും ചെയ്താണ്. എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹിസ് ഫാദർ വാസ് ടെല്ലിംഗ് അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ്ലി ഹി ഈസ് പർസ്യൂയിങ് ഹിസ് സെക്കൻഡ് സെമസ്റ്റർ ഡിഗ്രി ആസ് വെൽ. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ കുട്ടി +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഗ്രിയുടെ സെക്കൻഡ് സെമസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അൺബിലീവബിൾ ആണ്, ഇത് അൺറിയലിസ്റ്റിക് ആണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഈ അടുത്തൊരു കുട്ടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരു മുതിർന്ന ഒരാളുടെ മുന്നിൽ വന്ന് മോനെ നീ ഏതാ കോഴ്സ് ചെയ്തതെന്ന് വെച്ചപ്പോൾ ഈ കുട്ടി MBA എടുത്തു എന്ന് പറഞ്ഞു അത്രേ. ആ സാധു മനുഷ്യൻ ആ കുട്ടീനെ നോക്കിയിട്ട് പറയാണ് ഇത് ശരിയായില്ല, ഒന്നെങ്കിൽ നീ MA എടുക്കണം അല്ലെങ്കിൽ നീ BA എടുക്കണം, ഇത് രണ്ടും അല്ലാത്തൊരു സാധനം എടുത്തത് വളരെ മോശമായി പോയി എന്ന് അയാളുടെ ജീവിതാനുഭവം വെച്ചിട്ട് പറയുന്നത് പോലെ ഈ നമ്മൾ മനസ്സിലാക്കുക ഈ പാരന്റിന്റെ റിയലൈസേഷൻ ഇല്ലാത്തതാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. +1 പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെ സെക്കൻഡ് സെമസ്റ്റർ ഡിഗ്രി ചെയ്യും? Then I asked in detail. Now I got the clarity. In America, in most of the European countries, you can see this practice. കുട്ടികൾക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹയർ സ്ട്രീമിലെ കോഴ്സുകൾ അവർക്ക് നേരിട്ട് പഠിക്കാം. എങ്ങനെ പഠിക്കണം? അവരെ സംബന്ധിച്ച് they will be having some projects, they will be having some proven examples, they will be having some kind of their personal explorations, personal projects. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് whether it may be secondary or higher secondary education, നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ based on your track record, based on your projects or findings, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അവകാശപ്പെടാൻ പറ്റാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ലേണിംഗ്, ഒരു ഇന്നോവേഷൻ നിങ്ങളുടേതായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇയർ എക്സംഷൻ, സെമസ്റ്റർ എക്സംഷൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫിക്കേഷൻ എക്സംഷൻ ഇത് നൽകിയിട്ട് നിങ്ങൾക്ക് 2, 3, 4 സെമസ്റ്റർ പഠിക്കാതെ നേരിട്ട് പോയി +2 കഴിഞ്ഞാൽ എലിജിബിലിറ്റി വേണം. പക്ഷേ +2 കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റൂ. പക്ഷേ യു ക്യാൻ പെർസ്യൂ ദി ഡിഗ്രി വൈൽ യു ആർ കണ്ടിന്യൂയിങ് യുവർ ഹയർ എഡ്യൂക്കേഷൻ, ബട്ട് ഓൺലി ദി എലിജിബിലിറ്റി യു ഹാവ് ടു കംപ്ലീറ്റ്. ഈ കുട്ടിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇവൻ +2 പഠിച്ചിരിക്കണം. +2 പഠിച്ചാൽ ഇമ്മീഡിയറ്റ്ലി ക്യാൻ ഗോ ഫോർ third semester or fourth semester. He can verily continue his graduation. This is what is happening everywhere. നമ്മുടെ പ്രായത്തിന്റെ, കാഴ്ചപ്പാടിന്റെ, വിദ്യാഭ്യാസത്തിന്റെ ഈ അലകും പിടിയും എല്ലാം മാറി കഴിവുള്ളവരെ തേടി ലോകത്തിന്റെ സാധ്യതകൾ വരുന്ന അവസരങ്ങൾ വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. You just assume 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഗൂഗിൾ പോലെ ലോകത്തെ അടക്കി ഭരിക്കുന്ന ടെക്നോളജിയുടെ ഭീമന്മാർ ഓഫർ ലെറ്റർ കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനാണ് കുട്ടിക്ക്? തുടർ പഠനത്തിനുള്ള ഓഫർ. അവന് 10ാം ക്ലാസ് പഠിക്കാം, അവന് ഇഷ്ടപ്പെട്ട ഇന്ത്യയിൽ ലോകത്തെവിടെയും ചെന്ന് +2 പഠിക്കാം, ലോകത്തെവിടെയും ചെന്ന് അവൻ എഞ്ചിനീയറിംഗ് ചെയ്യാം, ലോകത്തെവിടെയും ചെന്ന് അവന് മാസ്റ്റേഴ്സ് ചെയ്യാം. വൺസ് ഹി സ്റ്റെപ്ഡ് ഇൻ ടു എ കോർപ്പറേറ്റ് ഫീൽഡ് ദെൻ ഹി ഈസ് ബൗണ്ട് ടു വർക്ക് ഇൻ ഗൂഗിൾ. അവൻ ഏത് സമയത്താണോ ജോലിക്ക് തീരുമാനിക്കുന്നത് അന്ന് മുതൽ അവൻ ഗൂഗിളിന്റെ ഭാഗമാണ്. അവൻ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏതൊക്കെ പ്രോജക്റ്റ് ചെയ്യുന്നോ those all projects will be vendated by Google. അതുമാത്രമാകെയുള്ള കണ്ടീഷൻ. ആ കണ്ടീഷൻ പാലിച്ചാൽ കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഏത് വിദ്യാഭ്യാസ രീതിയിലേക്കും ഈ 8ാം ക്ലാസ്സുകാരന് പോകാം. ആരാണ് അവനെ തിരഞ്ഞെടുക്കുന്നത്? ഗൂഗിളാണ്. എന്താണ് തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം? അവന്റെ കപ്പാസിറ്റിയാണ്, അവന്റെ പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആണ്. ഈ അർത്ഥത്തിൽ ചെറിയ കുട്ടികൾ പോലും ലോകത്തെ അതിശയിപ്പിക്കുന്ന, അതിജയിക്കുന്ന രീതിയിലേക്ക് വളരുന്ന, കോൺഫിഡൻസ് കാണിക്കുന്ന ഒരു ലോകത്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ഒക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഇന്നത്തെ ഈ കോൺവൊക്കേഷൻ സെറമണിയിൽ നിങ്ങൾ വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏറ്റുവാങ്ങി നിങ്ങൾ തുടർ പഠനത്തിന് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യു മൈറ്റ് ബി കോൺഫിഡൻറ്റ് ഓൾവേസ്. എവിടെയും നിങ്ങളുടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ കാണിച്ച ജസ്റ്റർ പോലെ നിങ്ങൾ എവിടെ ജീവിതത്തിൻ്റെ ഏത് സാധ്യതകളിലേക്ക് ചെന്നാലും, ഏത് അവസരങ്ങളിലേക്ക് ചെന്നാലും ഫേസ് ഇറ്റ് കോൺഫിഡൻ്റ്ലി. നിങ്ങൾ ജീവിതം എന്നത് ഏറ്റവും ആത്മവിശ്വാസത്തോടെ നേരിടുക. ഒരിടത്തും ഇൻഫീരിയർ ആകാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ +2 പഠിക്കുന്ന സമയത്ത് ഈ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് കിട്ടാത്ത മികച്ച അവസരമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ സാധ്യതയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത്. കാലിഫിലൂടെ കിട്ടിയ നിങ്ങളുടെ ഈ എനർജി, ഈ ഊർജം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തി എവിടെയെല്ലാം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയി ഈ ലോകത്തെയും സാഹചര്യത്തെയും നേരിടാൻ കഴിയുമോ ആ കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ഗുണകരമായ പുതിയ കാലത്ത് ഒരുപക്ഷെ എന്നെയും നിങ്ങളെയും സജീവമായി നിലനിർത്തുന്ന ഒരു ഫലപ്രദമായ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളും ഞാനും
കോമ്പിറ്റൻ്റ് ആവുക എന്നുള്ളതാണ്. കോൺഫിഡൻസ് മാത്രം കൊണ്ട് നമുക്ക് ലോകത്ത് ജയിക്കാൻ കഴിയില്ല. കോൺഫിഡൻസ് ആണ് എല്ലാത്തിൻ്റെയും അളവുകൾ. എത്ര വലിയ മാർക്കും റാങ്കും വാങ്ങി നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. നിങ്ങൾ എത്ര വലിയ മികവിൻ്റെ പടവുകൾ താണ്ടിയിട്ടും നിങ്ങൾക്ക് ലോകത്തെ നേരിടാനുള്ള നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനുള്ള കോൺഫിഡൻസ് ഇല്ലാതെ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ മേഖലയിൽ ശോഭിക്കാൻ കഴിയില്ല. കോൺഫിഡൻസ് ഷുഡ് ഓൾവേസ് സബ്സ്റ്റാൻഷിയേറ്റ് യുവർ കോമ്പിറ്റൻസ് ലെവൽ ഓർ യുവർ കോമ്പിറ്റൻസ് ഷുഡ് സബ്സ്റ്റാൻഷിയേറ്റ് യുവർ കോൺഫിഡൻസ് ലെവൽ. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് ആയി പോകേണ്ട ഒരു ഘടകമാണ്. വേർ ദ കോൺഫിഡൻസ് മാറ്റേഴ്സ്, വേർ ദ കോമ്പിറ്റൻസ് മാറ്റേഴ്സ്. ഇത് രണ്ടും നിങ്ങൾക്ക് സജീവമായി നിലനിർത്താൻ കഴിയുക എന്നതാണ് പ്രധാനം. എന്താണ് കോമ്പിറ്റൻസ്? കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ഇസ്മായിൽ സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, ഇവിടെ നിങ്ങൾ ഈ ക്യാമ്പസ് നിങ്ങൾ 2 വർഷം നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങളെ മൂർച്ച കൂട്ടി കൊണ്ടുവരാൻ പറ്റുമോ ആ സാധ്യതകൾ മുഴുവൻ ഉപയോഗിക്കുക. ടെക്നിക്കൽ കോമ്പിറ്റൻസ്, ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ്, ലീഡർഷിപ്പ് കോമ്പിറ്റൻസ്, മാനേജീരിയൽ കോമ്പിറ്റൻസ്, ഡിസിഷൻ മേക്കിംഗ് കോമ്പിറ്റൻസ്, people managing competence. There are n number of competencies which can be marked, which can be proved, which can be explored, which can be competitively fine-tuned for every single student to uphold the future aspirations in his life. നിങ്ങൾക്ക് ഗംഭീരമായി ജീവിതത്തെ നിങ്ങൾക്ക് ചിട്ടപ്പെടുത്താൻ കഴിയുന്ന ആയിരക്കണക്കിന് കോമ്പിറ്റൻസ് ഉണ്ട്. ആ കോമ്പിറ്റൻസിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ശോഭിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നലെ ഇല്ലാത്ത ഒന്ന് ഇന്നെനിക്കുണ്ട് എന്ന് പറയാൻ കഴിയുക. കാലിഫിൽ നിന്ന് ഞാൻ പഠിച്ച് പുറത്തിറങ്ങി, ഇപ്പം ഞാൻ എവിടെയൊക്കെയോ ഉപരിപഠനം നടത്തുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിങ്ങൾ തുടർപഠനം നടത്തുന്നവരുണ്ടാവാം. ഒരുപക്ഷെ ആ മേഖലയിലൊക്കെ പ്രോഗ്രസ് ചെയ്ത് പോകുന്നവരുണ്ടാവും. ഞാനും വന്നപ്പോൾ ഒരു വിദ്യാർത്ഥി എൻ്റെ നീലഗിരി കോളേജിൽ പഠിക്കുന്നത് കണ്ടു. ആ അർത്ഥത്തിൽ നിങ്ങൾ നാട്ടിലുള്ള പല സ്ഥാപനങ്ങളിലും രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ നിങ്ങളിൽ പ്രതിഭ തെളിയിച്ച് പഠിക്കുന്നവരുണ്ടാവാം. എൻ്റെ ചോദ്യം, ആഫ്റ്റർ കാലിഫ് വാട്ട് കോമ്പിറ്റൻസ് യു ഏൺഡ്? നിങ്ങൾ ഇവിടുത്തെ 2 വർഷം കൊണ്ട് നിങ്ങൾ നേടിയ 100 കണക്കിന് കോമ്പിറ്റൻസിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പുതുതായി എന്താണ് നിങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്തത്? അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കോമ്പിറ്റൻസിൽ എന്ത് വാല്യൂ അഡീഷനാണ് നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആ കോമ്പിറ്റൻസ് ഇല്ലാതെ നിങ്ങൾക്ക് വരുന്ന ലോകത്തെ, ഇനി വരാൻ പോകുന്ന സാധ്യതയുള്ള ഒരു സമൂഹത്തെ, ഇനി വരാൻ പോകുന്ന മത്സരാധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് കോമ്പിറ്റൻ്റ് ആവുക എന്നതാണ് പ്രധാനം. മികവുള്ളവരാകുക എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് ആ കോൺഫിഡൻസിനപ്പുറത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോമ്പിറ്റൻസിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഞാനും നിങ്ങളും അതിതീവ്രമായി ആലോചിക്കേണ്ടത്. അവിടെയാണ് AI ഉപയോഗിക്കേണ്ടത്, അവിടെയാണ് നിങ്ങൾ റോബോട്ടിക്സ് ഉപയോഗിക്കേണ്ടത്, അവിടെയാണ് നിങ്ങൾ ഓഗ്മെന്റഡ് ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ടത്, അവിടെയാണ് നിങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് സ്കിൽ ടെക്നോളജി ഉപയോഗിക്കേണ്ടത്, അവിടെയാണ് ഇത്തരത്തിലുള്ള പുതിയ സാധ്യതകൾ ഉപയോഗിക്കേണ്ടത്. സോ യു ഹാവ് ഗോട്ട് ഓൾ ദി ഓപ്ഷൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു അപ്സ്കിൽ യുവർസെൽഫ് ടു ബി കോമ്പിറ്റന്റ്. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയും. അതാണ് ഈ ജനറേഷൻ്റെ പ്രത്യേകത. അവരെയാണ് നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്നത്, അവരെയാണ് നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നത്, അവരെയാണ് നബാബിയിൽ നമ്മൾ ഗാമ എന്ന് വിളിക്കാൻ പോകുന്നത്. ഈ ജനറേഷനൊക്കെ ലോകത്ത് നേട്ടമുണ്ടാക്കുന്നത് ബിക്കോസ് ദേ ആർ കോമ്പിറ്റന്റ്. ആ കോമ്പിറ്റൻസി അവർക്കുണ്ടാവുക എന്നതാണ് പ്രധാനം. ആ കോമ്പിറ്റൻസി ഉണ്ടാവുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. കാരണം ഇന്നത്തെ ജനറേഷൻ്റെ പൾസ് തന്നെ ആ കോമ്പിറ്റൻസി ഉണ്ടാവുന്ന രീതിയിലാണ്. ജെൻസിയുടെ പ്രത്യേകത, ആൽഫ ജനറേഷൻ്റെ പ്രത്യേകതയൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നത് തന്നെ വി ആർ ലിവിങ് ഇൻ എ വാലിഡേറ്റിംഗ് ജനറേഷൻ എന്നുള്ളതാണ്. ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. നേരത്തെ നമ്മുടെയൊക്കെ തലമുറ അക്നോളജിങ് ജനറേഷൻ ആയിരുന്നു. എല്ലാം ഉൾക്കൊള്ളാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, അതിനെ ഗ്രഹിക്കാൻ, വിലയിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷൻ. ടീച്ചർ വന്ന് ക്ലാസ്സിൽ വന്ന് ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയും. ഞങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കും. ടീച്ചർ ഉത്തരം പറഞ്ഞാൽ എഴുതി വെക്കും, അല്ലെങ്കിൽ അത് കാണാതെ പഠിക്കും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കും. ദീസ് വെയർ അക്നോളജിങ് ജനറേഷൻ. ഇത് സത്യത്തിൽ ഒരു അസിമിലേറ്റിംഗ് പ്രോസസ് ആയിരുന്നു. ഇവിടെ നമ്മൾ കേൾക്കും, മനസ്സിലാക്കും, അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു അക്നോളജ് ചെയ്യുന്ന, അതിന് ഭയങ്കര വലുതായി കാണുന്ന ഒരു ജനറേഷൻ ആയിരുന്നു. പക്ഷേ നിങ്ങളുടെ ഈ ജെൻസി വന്നപ്പോൾ, നിങ്ങളുടെ ആൽഫ വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറയുമോ? നിങ്ങൾ ഇന്ന് അക്നോളജിങ് ജനറേഷൻ അല്ല, നിങ്ങൾ ഇന്ന് വാലിഡേറ്റിംഗ് ജനറേഷനാണ്. എന്താണ് ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ബൈ വാലിഡേറ്റിംഗ് ജനറേഷൻ? നിങ്ങൾക്ക് ഇന്നുള്ളത് എല്ലാം വാലിഡേഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പലപ്പോഴും അധ്യാപകരോട് പറയാറുണ്ട്, നിങ്ങളുടെ ജനറേഷനിലെ ആളുകൾ ക്ലാസ്സിൽ വന്ന് ചോദ്യം ചോദിക്കുന്നത് ഉത്തരം അറിയാനല്ല, മറിച്ച് അധ്യാപകൻ ആ ഉത്തരം അറിയോ എന്നറിയാൻ
ആണ്. ടീച്ചർക്ക് അത് അറിയുമെന്ന് അറിയാനാണ്. അവർക്കത് അറിയുമെന്ന് പറഞ്ഞാൽ യു ആർ ക്വൈറ്റ് ഹാപ്പി. യു ജസ്റ്റ് വാണ്ടഡ് ടു ക്വസ്റ്റ്യൻ വെദർ ദ ടീച്ചർ ഈസ് നോയിങ് ഇറ്റ് ഓർ നോട്ട്. നേരത്തെയൊക്കെ അധ്യാപകർക്ക് ഒരു ഇന്റർവ്യൂ ജീവിതകാലം മുഴുവൻ ജോലി, അങ്ങനെയായിരുന്നു നമ്മുടെ കാലത്തിന്റെ നീതി. ഇപ്പം എങ്ങനെയാ വെച്ചാൽ ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ ജോലി, പിന്നെ എല്ലാ ദിവസവും എല്ലാ പീരീഡും കുട്ടികളുടെ വക ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് വേണം ഒരു ടീച്ചർക്ക് പിടിച്ചു നിൽക്കാൻ. ഏതൊക്കെ ജാതി ചോദ്യങ്ങൾ അത് മനസ്സിലാക്കാൻ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി. ചോദ്യം ചോദിച്ച ഉടനെ ഓരോ ഓഫ് ആവും. കാരണം they never mind about the answers. അവർക്ക് ആൻസേഴ്സ് വേണ്ട, അവർക്കാകെ വേണ്ടത് they just wanted to engage you. നിങ്ങളെ കുറച്ച് നേരം എൻഗേജ്ഡ് ആക്കി നിർത്തണം. മാത്രമല്ല നിങ്ങൾ പറയുന്നത് കേട്ട് മറ്റുള്ളവർ പറയണം, എടാ ടീച്ചർക്ക് ഉത്തരം അറിയാം, ആ മാഷിക്ക് ഉത്തരം അറിയാം. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് എ വാലിഡേഷൻ. നമ്മളൊക്കെ ജനറേഷൻ, ഞങ്ങൾ 90s മില്ലേനിയം, നമ്മൾ തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെ കളിയാക്കി പറയുന്ന ആ ജനറേഷൻ ഒരു വണ്ടിയിൽ കയറിയോ, ടാക്സിയിൽ കയറിയാൽ, ഒരു ഒല വിളിച്ചാൽ, ഒരു യൂബർ വിളിച്ചാൽ, നമ്മൾ വണ്ടി കയറിയാൽ ഡ്രൈവറോട് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന് ഇടത്ത് കൊണ്ടുപോയി വിടണം, ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അയാൾ ലൊക്കേഷൻ അടിക്കും. എന്നിട്ട് നമ്മൾ കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറകിലായിരിക്കുന്നെങ്കിൽ തല ഇങ്ങനെ നോക്കും, ഉള്ളിൽ പുറത്തേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ മുന്നിലേക്ക് ഇട്ടിട്ട് ഡ്രൈവറുടെ മൊബൈലിലുള്ള സ്ക്രീനിലുള്ള ലൊക്കേഷനിലേക്ക് എവിടെ എത്തിയെന്ന് അറിയാൻ, എത്ര മിനിറ്റ് ബാക്കിയുണ്ടെന്ന് അറിയാൻ, ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാൻ. ബിക്കോസ് വി ആർ കംപ്ലീറ്റ്ലി ലൈങ് ഓൺ we are keeping a confidence that he will take us to the place where we wanted to go. അവിടത്തേക്ക് എത്തിക്കും. അതിന് നമ്മൾ അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കും. പക്ഷേ നിങ്ങളുടെ ജനറേഷൻ ഇപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ജെൻസിയും ആൽഫയുമാണ് വണ്ടി കയറുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു വളരെ രസമുള്ളൊരു അവസ്ഥയുണ്ട്. മുന്നിൽ കയറി ഇന്നടുത്ത് പോകണമെന്ന് ടാക്സി ഡ്രൈവറോട് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഫോണിൽ നിങ്ങളും മാപ്പിടും. മാപ്പിടുന്ന വേറൊന്നുമില്ല, അയാളുടെ മാപ്പും നമ്മുടെ മാപ്പും ഒരേ ഡയറക്ഷനിൽ പോകുന്നു എന്ന് വാലിഡേറ്റ് ചെയ്യാനാണ്. വാപ്പ മുന്നിലിട്ട് മാപ്പിട്ട് പോയാൽ പോലും ബാക്കിലിരിക്കുന്ന മക്കൾ മാപ്പിടുന്ന ഒരു കാലമാണ്. കാരണം നമ്പ മുടിയാത് എന്നത് പിറകിലിരിക്കുന്ന ആളുകൾക്ക് ഏകദേശം ധാരണയുള്ള ഒരു കാലത്ത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വി വോണ്ടഡ് ടു വാലിഡേറ്റ് എവറിത്തിങ്. നമുക്ക് പഠിപ്പിക്കുന്ന എല്ലാം വാലിഡേറ്റ് ചെയ്യണം. നിങ്ങൾ അതുകൊണ്ടാണ് എന്ത് വിവരം പറഞ്ഞാലും ആ കുട്ടി ടീച്ചേഴ്സ് വന്ന് എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ പറഞ്ഞാൽ ഉടനെ ChatGPT അടിക്കും വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്, അത് കറക്റ്റ് ആണോ ഇല്ലയോ. ഏതുവരെ ആ ഒരു മനുഷ്യൻ ഒരു നല്ല ഷർട്ട്, എന്നോട് ഈ അടുത്തൊരു അധ്യാപകൻ പറഞ്ഞു, ആൾ നല്ല അടിപൊളി ഷർട്ട് ഇട്ടു, എന്നിട്ട് അത് ജാൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ ഒരു കുപ്പായിട്ട് പോയപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് സാർ ഒരു ഫോട്ടോ എടുത്തോട്ട് വെച്ചു. സാറ് വിചാരിച്ചു ഈ കുട്ടിയുടെ മൊഞ്ച് കണ്ടിട്ട്, അധ്യാപകൻ്റെ ഭംഗി കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുത്ത ഉടനെ ChatGPTക്ക് കൊടുത്തു, ജെമിനിക്ക് കൊടുത്തു. എന്നുവെച്ചാൽ വെദർ ഇറ്റ് ഈസ് ഒറിജിനൽ ഓർ ഫസ്റ്റ് കോപ്പി. He just wanted to ensure ഇത് 10,000 കൊടുത്ത് മാഷ് വാങ്ങിയതാണോ അല്ല 1000-ന് വാങ്ങിയ ജാൻഡാണോ എന്ന് ഓൻ അറിയണം. എന്നിട്ട് കഴിഞ്ഞ ഉടനെ സാറോട് പറഞ്ഞത്രേ, സാറേ ഇത് സീനാണ് കേട്ടോ, അധികം കൊണ്ടുകൊണ്ട വേഗം മനസ്സിലാവും ഇത് നിങ്ങളുടെ ഒറിജിനൽ അല്ല. കാരണം ഈ ജനറേഷന് അവരെല്ലാത്തിനെയും they wanted to validate at that point of time. അവർക്ക് സ്നേഹം വാലിഡേറ്റ് ചെയ്യണം. വാപ്പക്ക് ഇഷ്ടമുണ്ടെന്ന് ഉമ്മ പറഞ്ഞാൽ പോരാ, ഉമ്മക്ക് ഇഷ്ടമുണ്ടെന്ന് വാപ്പ പറഞ്ഞാൽ പോരാ, അവന് ബോധ്യപ്പെടണം വാപ്പക്ക് ഇഷ്ടമുണ്ടോ എന്ന്, ഉമ്മ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ആ വാലിഡേഷൻ അവന് ബോധ്യപ്പെട്ടാൽ മാത്രമേ he will trust on you. This is how the things are happening now, and this is how ഈ ഇങ്ങനെ വാലിഡേറ്റിംഗ് ആയ ഒരു കാലത്ത് ഇത് പോസിറ്റീവാണ്. ആ സമൂഹം ഏറ്റവും കൂടുതൽ എക്സ്പ്ലോറിംഗ് ആവും, ഏറ്റവും കൂടുതൽ ഒരു എക്സാമിനിങ് ടെൻഡൻസി ഉള്ളവരാകും, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് ഉള്ളവരാകും, ഏറ്റവും കൂടുതൽ റിസർച്ച് ഫോക്കസ്ഡ് ആവും. ഇതൊക്കെ ഈ പുതിയ കാലത്ത് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവായ ട്രെൻഡാണ്. പക്ഷേ ഇതിന് നിങ്ങൾ റൈറ്റ് യൂട്ടിലൈസേഷൻ നടത്തണം. ഈ വാലിഡേഷൻ നിങ്ങൾക്ക് പുതിയ അറിവിനുണ്ടാക്കാനാവണം. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ കളക്ഷൻ ഓഫ് നോളേജ്, ഗ്യാതറിംഗ് ഓഫ് നോളേജ് ആയിരുന്നുവെങ്കിൽ ഇന്ന് ക്രിയേഷൻ ഓഫ് നോളേജ് ആണ്. നിങ്ങൾ യു ആർ ക്രിയേറ്റിംഗ് ന്യൂ നോളേജ്, യു ആർ ക്രിയേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻസ്, യു ആർ ക്രിയേറ്റിംഗ് ന്യൂ ഗ്രൗണ്ട് ഫോർ ന്യൂ ഫൈൻഡിങ്സ്. അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു കോമ്പിറ്റൻ്റ് ആയ ഒരു തലമുറയായി മാറുക എന്നതാണ് രണ്ടാമത്തത്. ദ ലാസ്റ്റ് വൺ വിച്ച് ഐ വാണ്ടഡ് ടു ടെൽ യു, അത് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ക്യാരക്ടർ ഉള്ള കുട്ടികളാവുക എന്നതാണ് പ്രധാനം. യു മൈറ്റ് ബി കോൺഫിഡൻറ്റ്, you might be competent, and that will never make you to the you aspired life dreams or success which you wanted to pursue in your life. If you wanted to be a successful person in your life, that's what even in the chair address Ismail sir was sharing the same thing. If you wanted to find your real happiness, if you wanted to find your real satisfaction, if you wanted to find the life success, not merely your career success, but if you are truly focusing on that, നിങ്ങളുടെ പിറകിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് എപ്പോഴെങ്കിലൊക്കെ പ്രൗഡ്, അവർക്ക് പറയാം കാലിഫിൽ പഠിച്ചു, എന്നെ മോന് സർട്ടിഫിക്കറ്റ് കിട്ടി, ഹി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇറ്റ്. പക്ഷേ അത് നിങ്ങളുടെ കരിയർ സക്സസ് ആണ്. പക്ഷേ പിറകിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് പറയാൻ കഴിയോ, എൻ്റെ മോന് നല്ല ശീലമുള്ള, നല്ല സ്വഭാവമുള്ള, നല്ല സംസ്കാരമുള്ള, നല്ല വ്യക്തിത്വമുള്ള, നല്ല അഭിമാനിക്കാൻ കഴിയാവുന്ന, അവന് ജീവിതത്തിൽ എൻ്റെ മോനാണ് എന്ന സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന രീതിയിൽ അവൻ മാറി എന്ന അഭിമാനത്തോടെ നിങ്ങളുടെ പിറകിലിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പറയാൻ കഴിയുന്ന സമയമാണ് the real convocation happens. The real
real certification happens when they acknowledge and when they feel proud about your positive character. So character എന്ന് പറയുന്നത് which is really important. That's what Prophet Muhammad sallallahu alaihi wasallam was sharing. An individual becomes always an excellent human being when he is curating his personal qualities or the character centric values. That is what Prophet sallallahu alaihi wasallam mentions. Innama bu'istu li utammima makarimal akhlaq. എന്തിനാണ് പ്രവാചകൻ വന്നത് എന്ന ചോദ്യത്തിന് പോലും നബി തങ്ങൾ ഉത്തരം കൊടുത്തത് ഞാൻ വന്നത് മനുഷ്യരുടെ സ്വഭാവം നന്നാക്കാനാണെന്നാണ്. ലിതത്മീമി മകാരിമിൽ അഖ്ലാഖ് മീൻസ് ദ ക്യാരക്ടർ ഹാസ് ടു ബി റിഫൈൻഡ്. ആ സ്വഭാവം എനിക്കുണ്ടാവുക എന്നതാണ് പ്രധാനം. നമുക്ക് ഹൂ വി ആർ വെൻ നോബഡി ഈസ് വാച്ചിങ്, എല്ലാവരും നോക്കുമ്പോഴുള്ള നമ്മളല്ല ക്യാരക്ടർ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ബിക്കോസ് ഓഫ് യുവർ പേഴ്സണാലിറ്റി. യു ഡിഡ്ന്റ് ഹാവ് എനി അതർ ഓപ്ഷൻ അതർ ദാൻ ലിസണിങ് മീ. ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. വെൻ എവറിബഡി ഈസ് വാച്ചിങ് വാട്ട് യു ആർ ഡൂയിങ്. പക്ഷേ നിങ്ങളിലെ ഒറിജിനൽ മറ്റൊരു മൂല്യമുണ്ട്. ആ മൂല്യം ഏതാണെന്നറിയോ? യു ആർ വെൻ നോബഡി ഈസ് വാച്ചിങ് ഓർ ഹൂ യു ആർ വെൻ നോബഡി ഈസ് വാച്ചിങ്. ആരും നോക്കാനില്ലാത്തപ്പോഴുള്ള നിങ്ങൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യാരക്ടർ ഈസ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മൂല്യം ഉണ്ടാവുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് നല്ല സ്വഭാവമുള്ള, മാതാപിതാക്കൾക്ക് സ്നേഹമുള്ള, നാടിന് ഉപകരിക്കുന്ന, സമുദായത്തിന് അഭിമാനിക്കാൻ കഴിയാവുന്ന, രാജ്യത്തിന് സ്നേഹത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു പ്രൗഡ് ജനറേഷനായി കാണാൻ കഴിയാവുന്ന രീതിയിലുള്ള മികച്ച വ്യക്തിത്വമുള്ളവരാകുക. നിങ്ങൾ റാങ്ക് വാങ്ങി നിങ്ങൾ വിജയങ്ങൾ കൈയടക്കുമ്പോൾ ജീവിതത്തിൽ തോറ്റുപോയ കഥകളാണ് ഇവിടെ ആമുഖ ഭാഷണത്തിൽ പ്രിയങ്കരനായ അംജദ് സൂചിപ്പിച്ചത്. അങ്ങനെ തോറ്റുപോകുന്നവർ കരിയറിൽ ജയിച്ചിട്ട് പ്രയോജനമില്ല. കരിയറിൽ ജയിക്കുന്നവർ ജീവിതത്തിൽ ജയിക്കണം. ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്യാരക്ടർ ഉണ്ടാവണം. നല്ല സ്നേഹമുള്ള, നന്മയുള്ള, മൂല്യമുള്ള, സംസ്കാരമുള്ള, ഏറ്റവും ഗുണപരമായി പെരുമാറുന്ന, നിങ്ങൾക്ക് അത്തരത്തിൽ കാണാൻ കഴിയുന്ന മൂല്യം നിങ്ങളിൽ ഉണ്ടാവണം. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് അബ്രിവിയേഷനായി, നിങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി അഡ്ജക്റ്റീവ്സായി പറഞ്ഞ കുറേ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. ദാറ്റ് മൈറ്റ് ബി ട്രൂ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള കുട്ടികളായി മാറാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയണം. അതാണ് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളുടെ ലോകമെന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 കോൺഫിഡൻസ്, കോമ്പിറ്റൻസ്, ക്യാരക്ടർ, ഇത് 3 നിലനിർത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ you will have to challenge your life. You will have to challenge your destiny. You will have to challenge your time. You will have to challenge your the problems which you face in your life. എല്ലാത്തിനെയും വെല്ലുവിളിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവുക എന്നതാണ് പ്രധാനം. നാട്ടിൻ പുറത്തൊരു കുട്ടി ഒരു കപ്പിത്താൻ്റെ ഇൻ്റർവ്യൂവിന് പോയി ഒരു തമാശ പറയാറുണ്ട്. കപ്പിത്താൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ ചോദിച്ചു അത്രേ, എടാ നിനക്ക് കപ്പിത്താനാകാനല്ലേ വന്നത്? ആണ്. കപ്പൽ നിർത്തുന്നത് അറിയോ? അറിയാം സാർ. എങ്ങനെയാണ്? നങ്കൂരമിട്ട് നിർത്തും. നങ്കൂരമിട്ട് നിർത്തുന്നത് നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാൾ ചോദിച്ചു, വലതുഭാഗത്തുനിന്ന് കാറ്റ് വന്നാൽ നീ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞു, വലതുഭാഗത്ത് നങ്കൂരിടും. ഇടതുഭാഗത്ത് വന്നാൽ ഇടതുഭാഗത്ത് നങ്കൂരിടും. പടിഞ്ഞാറ് വന്നാൽ പടിഞ്ഞാറ് കൊണ്ടുപോയി നങ്കൂരിടും. തെക്ക് നിന്ന് വന്നാൽ തെക്ക് ഭാഗത്ത് കൊണ്ടുപോയി നങ്കൂരിടും. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾക്ക് ദേഷ്യം പിടിച്ചു, നിനക്ക് എവിടെ നിന്നാണ് ഇത്ര നങ്കൂരം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചങ്ങാതി തിരിച്ച് മനോഹരമായി ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്ര കാറ്റ്? നിങ്ങളടുത്ത് ഇത്ര കാറ്റുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇത്ര നങ്കൂരുണ്ടെന്ന് കൂട്ടിക്കോ. The consequences may be plenty. Problems may be abundantly. You will be having lot many challenges in your life. Let it come. വരട്ടെ. വരുന്ന സമയത്ത് പ്രോബ്ലംസ് നിങ്ങളുടെ കയ്യിൽ നിറയുണ്ടെങ്കിൽ സൊല്യൂഷൻസ് ഞങ്ങളുടെ കയ്യിൽ അതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് വിളിച്ചു പറയാൻ കഴിയാവുന്ന ചലഞ്ചിങ് ആയൊരു മനസ്സും അത്തരം ഒരു യൂത്ത്ഫുൾ ആയൊരു സ്പിരിറ്റും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുതിയ കാലത്തിൻ്റെ എല്ലാ സാധ്യതകളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആ നന്മ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ കാലിഫ് എന്ന് വിളിക്കുന്ന ഒരു പദം പരിശുദ്ധ ഖുർആനിൽ സമാനാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ഖലീഫ എന്നൊരു പദപ്രയോഗമുണ്ട്. വഇന്നാ ജഅൽനാകും ഫിൽ അർളി ഖലീഫ. യു ആർ ബീയിങ് ഡിപ്ലോയ്ഡ് ആസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾമൈറ്റി ഗോഡ്. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ, ഈ സമൂഹത്തിൽ നിങ്ങളൊരു പ്രതിനിധിയായി പറഞ്ഞേക്കപ്പെട്ടവരാണ്. റെപ്രസെന്റേറ്റീവാണ്, കാലിഫാണ്, നിങ്ങളൊരു ഖലീഫയാണ്. എന്താണ് ഖലീഫ? ഇറ്റ്സ് നോട്ട് എ റൂളർ, ഇറ്റ്സ് നോട്ട് എൻ അഡ്മിനിസ്ട്രേറ്റർ, ഇറ്റ്സ് not only merely a leader, but he is a representative, a true reflection of the Almighty Subhanahu wa Ta'ala, and true reflection of all noble values, true reflection of confidence, true reflection of competence, true reflection of character. അങ്ങനെ നിലനിർത്തുന്ന മികച്ച വ്യക്തിത്വത്തിൻ്റെ നന്മയുള്ള, മൂല്യമുള്ള, അത് നിലനിർത്താൻ മനസ്സുകൊണ്ട് കഴിയുന്ന ആ വലിയ സാധ്യതയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഇന്നും സാർവകാലികമായ, സർവ്വസാധാരണ
പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും മനോഹരമായ അധ്യാപനങ്ങൾ ഒരു കാലത്തേക്ക് നിർണിതമല്ല. ഇസ്ലാമിക ഭരണമുള്ള കാലത്തെ ഒരു ഖലീഫയിലേക്ക് നിർണിതമായ പ്രസ്താവനയല്ല. മനുഷ്യരാശിയുള്ള കാലത്തോളം അത് പ്രസക്തമാണ്. നമ്മോട് പറയുന്നതാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാകാൻ, ഏറ്റവും മികച്ച വ്യക്തിത്വമുള്ളവരാകാൻ, ഏറ്റവും നന്മയുള്ള മൂല്യമുള്ള മനുഷ്യരാകാൻ, ഏറ്റവും ഗുണപരമായി സമൂഹത്തെ നേരിടാൻ കെൽപ്പുള്ള വ്യക്തിത്വമുള്ളവരാകാൻ, മാത്രമല്ല ആത്മവിശ്വാസത്തോടെ അല്ലാഹു മഈ എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ, അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന വിശാലമായ ഗുണബോധമാണ് യഥാർത്ഥത്തിലുള്ള വിവരം. അതാണ് വസമറത്തുൽ ഈമാൻ അൽ ഇൽം. വിജ്ഞാനം, വിശ്വാസത്തിൻ്റെ റിയൽ ഫ്രൂട്ട്, അത് യഥാർത്ഥത്തിലുള്ള വിജ്ഞാനമാണ് എന്ന് പരിചയപ്പെടുത്തിയ ഹൃദയബന്ധുരമായ പ്രവാചക വചനത്തിൻ്റെ പ്രസക്തി, അത് പഠിച്ച, അതിനെ വളർത്തിയ, ആ മേഖലയിൽ ദീർഘസഭര്യ നടത്തിയ ഇസ്മായിൽ വഫ സാഹിബിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ഡെഡിക്കേറ്റഡായ പ്രിയപ്പെട്ട മക്കളെയും കുടുംബത്തെയും പോലെയുള്ള അത്തരം ഒരു സരണിയിൽ നിന്ന് ഈ പഠനം പൂർത്തിയാക്കി നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ വഴിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഈ അവസരത്തെ ഹൃദയപൂർവ്വം അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.